Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Wabihi nasta'in. Wassalatu wassalamu al-atammani al-akmalani ala khatamil anbiya'i wal mursalin Nabiyyina Muhammadin wa ala alihi wa ashabihi ghurril mayamin wa ala azwajihi at-tahirat at-tayyibat ummahatil mu'minin wa ala tabi'in wa man tabi'ahum bi ihsanin ila yaumiddin wa ba'd. സഹോദരന്മാരെ, മേലായ റബ്ബിൻ്റെ വിധികളും വിലക്കുകളും ജീവിതത്തിൽ സൂക്ഷിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. ഇന്ന് നമ്മുടെ സംസാരം ചില മരണങ്ങളെക്കുറിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ മുഹീയാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞപ്പോൾ അള്ളാഹു എങ്ങനെയാണ് ജീവനിടുക, സജീവമാക്കുക എന്നതിൻ്റെ ചില ഉദാഹരണങ്ങൾ ഇവിടെ ഉണർത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മീയമായി ധാർമ്മികമായി ജീവൻ നൽകിയ ചിലരുടെ ചരിത്രമാണ് നമ്മൾ കഴിഞ്ഞ കുറി പറഞ്ഞു വെച്ചത്. ഇന്ന് ചില മരണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ചിലരെ മരിപ്പിച്ചത്. അള്ളാഹു മരിപ്പിക്കുന്നവനാണെന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ അനിവാര്യമായും മനസ്സിലാക്കേണ്ടുന്ന ചില വിഷയങ്ങളുണ്ട്. മേലായവനെ സംബന്ധിച്ചിടത്തോളം മരണത്തിന് വരെ മരണം വിധിച്ച അള്ളാഹുവാണ്. മരണത്തിന് മരണമുണ്ട്. മരണത്തെ മരിപ്പിക്കുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ അല്ലാഹു മുമീത്ത് എന്ന് പറയുമ്പോൾ അവൻ എങ്ങനെയുള്ള മുമീത്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ അദ്ഖലല്ലാഹു അഹ്ലൽ ജന്നത്തിൽ ജന്ന വ അഹ്ലൻ നാരിൻ നാർ. സ്വർഗവാസികളെ അല്ലാഹു സ്വർഗത്തിലും നരകവാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിലും പ്രവേശിപ്പിച്ചാൽ ഉതിയ ബിൽ മൗതി കബ്ശൻ അംലഹ് എന്നാണ്. മരണത്തെ കൊണ്ടുവരപ്പെടും എന്നാണ്. മരണത്തെ കൊണ്ടുവരപ്പെടും. എങ്ങനെ? കബ്ശൻ അംലഹ്, ഒരു അംലഹായ ആടായി എന്നാണ്. ആട് അംലഹ് എന്ന് പറഞ്ഞാൽ കറുപ്പും വെളുപ്പും, എന്നാൽ വെളുപ്പ് കൂടുതൽ ദർശിക്കപ്പെടുന്ന ആട്, ആ രൂപത്തിൽ കൊണ്ടുവരപ്പെടും. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗനരകങ്ങൾക്കിടയിൽ ഈ മരണത്തെ നിർത്തും. എന്നിട്ട് സ്വർഗവാസികളെ യാ അഹ്ലൽ ജന്ന എന്ന് പറഞ്ഞ് വിളിക്കും. ഹദീസിൽ കാണാം, പേടിച്ചായിരിക്കും സ്വർഗവാസികൾ ആ വിളി കേൾക്കുക എന്നാണ്. എന്തിനാ സ്വർഗവാസികൾ പേടിച്ച വിളി കേൾക്കുന്നത്? ഞങ്ങളെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുക എന്ന്, സ്വർഗത്തിൽ വരുത്തിയതിന് ശേഷം ഇനി സ്വർഗത്തിൽ നിന്ന് ഞങ്ങളെ പുറത്തെടുത്തുക എന്ന് പേടിച്ചിട്ട്, അതിനാണ് വിളിക്കണതെന്ന് പേടിച്ചിട്ടാണ് അവരത് കേൾക്കുക എന്നുള്ളതാണ്. നരകവാസികളെ വിളിക്കും യാ അഹ്ലന്നാർ. അപ്പോൾ അവർ നരകവാസികൾ നോക്കും, അവർ സന്തോഷത്തിൽ. കാരണം എന്താ? നരകത്തിൽ നിന്ന് പുറത്തെടുക്കാനാണ് ഞങ്ങളെ വിളിക്കണത് എന്നുള്ള സന്തോഷത്തിൽ അവർ നോക്കും എന്നാണ്. പക്ഷേ അവരെ നരകത്തിൽ നിന്ന് പുറത്തെടുക്കാനും അല്ലെങ്കിൽ മറ്റവരെ സ്വർഗത്തിൽ നിന്ന്, സ്വർഗവാസികളെ സ്വർഗത്തിൽ നിന്ന് പുറത്തെടുക്കാനും അല്ല വിളിക്കുന്നത്. പിന്നെയോ അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കുന്നത് ഒരു ചോദ്യം ചോദിക്കാനാണ്. ഹൽ തഅരിഫൂന ഹാദ, ഇതിനെ നിങ്ങൾക്കറിയുമോ എന്ന് ചോദിക്കുന്നതാണ്. ഏതിനെ? മരണത്തെ. ഇതിനെ നിങ്ങൾക്കറിയുമോ എന്ന് ചോദിക്കും. അവർക്ക് ഇങ്ങനെ ആയാലും അറിയും. കാരണം എന്താ? അവർ മരണം കണ്ടവരും മരണം അറിഞ്ഞവരല്ലേ. അപ്പോൾ അവർ അതേ എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മരണത്തെ അവിടെ വെച്ച് അറുക്കാൻ പറയും. അങ്ങനെ അറുത്തതിന് ശേഷം പിന്നെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗവാസികളെ വിളിക്കും യാ അഹ്ലൽ ജന്ന ഖുലൂദുൻ ഫീമാ തജിദൂൻ ലാ മൗത ഫീഹാ അബദ. നിങ്ങൾ അനുഭവിക്കുന്നതിൽ നിങ്ങൾ നിത്യവാസികളാണ്, ഒരിക്കലും മരണമില്ല എന്ന് അവരോട് പറയും. സ്വർഗവാസികളോട്. നരകവാസികളോട് പറയും യാ അഹ്ലന്നാർ ഖുലൂദുൻ
ഫീമാ തജിദൂൻ ലാ മൗത ഫീഹ അബദ എന്നാണ്. നിങ്ങൾ അനുഭവിക്കുന്നതിൽ അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്, നിങ്ങൾ നിത്യവാസികളാണ്, ഒരിക്കലും മരണമില്ല എന്ന് അവരോടും പറയും എന്നാണ്. അപ്പോൾ ഫയസ്ദാദു അഹ്ലുൽ ജന്നത്തി ഫറഹൻ ഇലാ ഫറഹിഹിം, സ്വർഗവാസികൾക്ക് സന്തോഷമാണ്, ആ സന്തോഷത്തിൽ അവർക്ക് വീണ്ടും സന്തോഷമായി. നരകവാസികളെ സംബന്ധിച്ചിടത്തോളം വയസ്ദാദു അഹ്ലൻ നാരി ഹുസ്നൻ ഇലാ ഹുസ്നിഹിം, നരകവാസികൾ ദുഃഖഭരിതരാണ്, ആ ദുഃഖം അവർക്ക് വീണ്ടും കൂടും എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഒരു സംഭവം ഉണർത്തിയതിന് ശേഷം വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് ഓതി കൊടുത്തു എന്നാണ്. വഅൻദിർഹും യൗമൽ ഹസ്റ ഇദ് ഖുദിയൽ അംറു വഹും ഫീ ഗഫ്ലത്തിൻ വഹും ലാ യുഅ്മിനൂൻ. വഅൻദിർഹും യൗമൽ ഹസ്റ, ആളുകൾക്ക് ഹസ്രത്തിൻ്റെ ദിവസത്തെ കുറിച്ച് മുന്നറിയിപ്പ് നൽകണം. ഹസ്രത്തിൻ്റെ ദിവസം എന്ന് പറഞ്ഞാൽ ഈ പരലോകം. അതിൻ്റെ പ്രത്യേകത എന്താ? ഇവിടെ നോക്കി, നരകവാസികൾ അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, നരകവാസികൾ നരകത്തിൽ ദുഃഖഭരിതരാണ്, ഖേദിക്കുന്നവരാണ്. അപ്പോഴാണ് അവർക്ക് ഖേദത്തിന്മേൽ ഖേദം സമ്മാനിച്ചുകൊണ്ട് മരണമില്ല, ഇനി നിങ്ങൾ അനുഭവിക്കുന്നത് നിത്യവാസമാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഖേദത്തിന്മേൽ ഖേദം, ദുഃഖത്തിന്മേൽ ദുഃഖം. അപ്പം ഇങ്ങനെ ഒരു ദിവസമാണ് യൗമുൽ ഹസ്റ, പരലോകം. അതിനെക്കുറിച്ച് ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകണം. ഇത് ഖുദിയൽ അംർ, അവിടെ കാര്യങ്ങൾ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഇതുപോലത്തെ അവസ്ഥയാണ്. പക്ഷേ ആളുകൾ വഹും ഫീ ഗഫ്ലത്തിൻ, അശ്രദ്ധയിലാണ്. ഇങ്ങനത്തെ ഒരു പരലോകത്തെക്കുറിച്ച് വഹും ലാ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കാത്ത അവസ്ഥയിലുമാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തെ മരിപ്പിക്കുന്ന അള്ളാഹുവാണ്. അപ്പോൾ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്കുള്ള മരണം അത് മനുഷ്യർക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യർ ആരായാലും അവർ എത്ര ശക്തന്മാരായാലും ഊക്കന്മാരായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഒതുക്കാൻ, അവരെ തീർക്കാൻ, അസ്തമിപ്പിക്കാൻ ഒരു പ്രയാസമല്ല. ചരിത്രങ്ങൾ നമ്മളിവിടെ അന്വേഷിക്കുന്നത്, ചില ആളുകൾ അവർ ഭയങ്കര വീരവാദികളായിരുന്നു, അവകാശവാദികൾ, ഗർവിൽ അഹങ്കാരത്തിൽ ജീവിച്ചവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ എങ്ങനെയാണ് മരിപ്പിച്ചത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്രൂദ് ബിൻ കനാൻ വീരവാദത്തിൻ്റെ വലിയ ഉദാഹരണം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, റബ്ബി അല്ലദീ യുഹ്യി വ യുമീത്ത്, എൻ്റെ റബ്ബാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവൻ. അപ്പോൾ ഉടനെ നമ്രൂദ് പറഞ്ഞ എന്താ? അന ഉഹ്യി വ ഉമീത്ത് എന്നാണ്, ഞാനാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവൻ എന്നാണ്. അതാണ് ഈ അനാവശ്യമായ അനർഹമായ ഗർവ്, ഞാൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് അവൻ്റെ അവകാശവാദം. എല്ലാവരെയും ജീവിപ്പിക്കുന്നത് ഞാനാണ്, എല്ലാവരെയും മരിപ്പിക്കുന്നത് ഞാനാണെന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ ഈ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ ഈ നമ്രൂദ് ബിൻ കനാൻ മരിച്ചത് എങ്ങനെ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ മരിപ്പിക്കാൻ ഒരു കൊതുകിനെയാണ് നിയോഗിച്ചതാണ്. ഒരു കൊതുകിൻ്റെ സാന്നിധ്യത്തിൽ നമ്രൂദ് ബിൻ കനാൻ ഒടുങ്ങി എന്നുള്ളതാണ്. അതിൽ ചരിത്രം വായിക്കുമ്പോൾ മൂക്കിലൂടെ കൊതുക് കയറി തലച്ചോറിൽ ഇടം കണ്ട് എങ്ങനെ ഉണ്ടാവും? പിന്നെ അത് തലച്ചോറിൽ ഇളകി എന്നാണ്. അങ്ങനെ വേപത് പൂണ്ട് അസ്വസ്ഥനായി അക്ഷമനായി തൻ്റെ പ്രജകളോട് പറഞ്ഞു എന്നാണ് ഈ നമ്രൂദ് ബിൻ കനാൻ. ഭരണാധികാരിയാണല്ലോ, ദിവ്യത്വം വാദിച്ച ആളുമാണ്. പക്ഷെ പ്രജകളോട് പറയാണ് അവരോട് കയ്യിൽ കിട്ടുന്നതുകൊണ്ട് എറിയാൻ തൻ്റെ തലക്ക്. കാരണം തല പുകഞ്ഞിട്ട് അസഹ്യതയാണ്. അപ്പം ആ വേദനയിൽ ചില ആളുകൾ തല അടിക്കൂല നിലത്ത്, അതിന് പകരം ഇവൻ പറയാണ് എറിയാൻ തന്നെ. അങ്ങനെ ആളുകൾ ചെരുപ്പ് കൊണ്ട് വരെ എറിയാൻ തുടങ്ങിയെന്നാണ് അവൻ്റെ പ്രജകൾ. ഒരു കൊതുകിൻ്റെ സാന്നിധ്യത്തിലാണ് അവനുള്ള നാശം വിധിച്ചത് എന്നാണ്. ഈ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ ആ വായനയിൽ ഇവരുടെ തല ഉടച്ചു എന്നാണ്.
അപ്പോൾ കൊതുകിൻ്റെ ചിറക് മുറിഞ്ഞു എന്നാണ്. കൊതുകിൻ്റെ ചിറക് മുറിഞ്ഞു. അതിൽ കൊതുകിൻ്റെ ഒരു സംസാരം, പക്ഷെ അതൊരു ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ചരിത്രങ്ങൾ വായിച്ചു കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലാക്ക് ദുനിയാവിന് ഒരു കൊതുകിൻ്റെ ചിറകിൻ്റെ വില ഉണ്ടായിരുന്നുവെങ്കിൽ അള്ളാഹുവിനെ നിഷേധിക്കുന്നവൻ ഒരു ഇറക്ക് വെള്ളം അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കില്ല എന്ന് പറയില്ലേ. അതായത് അത് സഹീഹ ഹദീസാണ്. ഒരു കൊതുകിൻ്റെ ചിറകിൻ്റെ വില അള്ളാഹുവിൻ്റെ അടുക്കൽ ഈ ദുനിയാവിനുണ്ടായിരുന്നുവെങ്കിൽ ഒരു അവിശ്വാസിക്ക് അള്ളാഹു അതിൽ നിന്നൊരു ഇറക്ക് വെള്ളം കൊടുക്കായിരുന്നില്ല. പക്ഷെ അള്ളാഹിൻ്റെ അടുക്കൽ ഈ ദുനിയാവിന് ഒരു കൊതുകിൻ്റെ ചിറകിൻ്റെ വില ഇല്ല എന്നുള്ളതാണ്. ആ ഒരു തിരുമൊഴിയെ തട്ടിച്ച് ഈ ചരിത്രം പറയുന്നുണ്ട്. വായിച്ച കൂട്ടത്തിൽ വായിച്ചിട്ടതാണ്. അതെന്താ? ഈ കൊതുകിൻ്റെ തല നമ്രൂദ് ബിൻ കനാൻ്റെ തല വെട്ടിയപ്പോൾ കൊതുകിൻ്റെ ചിറകിൻ്റെ അറ്റു എന്നാണ്, ചിറകറ്റു അല്ലേ. അപ്പോൾ ആ കൊതുകിന് അതിന് പകരം അള്ളാഹു ദുനിയാവാണ് ദിയയായി പറഞ്ഞത് എന്നാണ്. കൊതുക് വേണ്ട എന്നുള്ളതാണ്. ചിറക് തിരിച്ചു വന്നാൽ മതി എന്നാണ്. അപ്പോൾ അവിടെ ചിറക് അതിന് പകരം അള്ളാഹു ദുനിയാവ്, അതാണ് കൊതുകിന് പകരം നൽകാം എന്ന് പറഞ്ഞത് എന്നാണ്. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുനിയാവിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല വില കണ്ടത് അതിന് കൊതുകിൻ്റെ ചിറകിനോടാണ്. അത് സഹീഹായി വന്നതാണ്. പക്ഷെ ഈ കർണാടക സംഭവവുമായി ബന്ധപ്പെട്ട് ഈ തിരുമൊഴിയെ മുട്ടിച്ച് ഈ ഒരു വിഷയം വിശദീകരിച്ചത് ഞാൻ വായിച്ചത് നിങ്ങളെ കേൾപ്പിച്ചു എന്ന് മാത്രം. അതൊരു ബലപ്പെട്ട ചരിത്ര റിപ്പോർട്ടായിട്ട് ഞാൻ വായിച്ചിട്ടില്ല. ഏതായാലും ഇവിടെ കനാൻ നശിച്ചത് കൊതുകിനാൽ, അത് ശരിയാണ്. മനസ്സിലായില്ലേ? ഞാനാണ് എല്ലാവരെയും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനെന്ന് അവകാശവാദം മുഴക്കിയവനാണ് സ്വന്തം മരണം ഇത്ര നിന്ദ്യമായി അനുഭവിക്കേണ്ടി വന്നത് എന്നുള്ളതാണ്. അത് നമ്രൂദ് ബിൻ കനാൻ്റെ വിഷയത്തിൽ, അതേപോലെ ഫിർഔൻ്റെ വിഷയത്തിൽ. ഫിർഔൻ അന റബ്ബുക്കുമുൽ ആല എന്ന് പറഞ്ഞവനാണ്. ഫിർഔൻ്റെ ഗർജനം ആ വിഷയത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യാ ഖൗം അലൈസ ലി മുൽക്കു മിസ്ർ, എൻ്റെ സമൂഹമേ എനിക്കല്ലേ ഈജിപ്തിൻ്റെ അധികാരമുള്ളത്. വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, എൻ്റെ കീഴിലല്ലേ ഈ നദികളൊക്കെ ഒഴുകുന്നത്. അഫലാ തുബ്സിറൂൻ, നിങ്ങൾ കാണുന്നില്ലേ എന്ന് ആളുകളോട് ചോദിച്ചാലാണ് ഫിർഔൻ. ആ ഫിർഔൻ എങ്ങനെയാണ് മരിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനത്തെ മരണം നൽകിയത്? ഫിർഔൻ മരിക്കുമ്പോൾ ഫിർഔൻ്റെ തൊള്ള നിറച്ച് സമുദ്രാഴിയിലെ കറുത്ത ചെളിയായിരുന്നു എന്നുള്ളതാണ്. ഫിർഔൻ മരിക്കുമ്പോൾ ഫിർഔൻ്റെ തൊള്ള നിറച്ച് സമുദ്രത്തിലെ കറുത്ത ചെളിയായിരുന്നു എന്നുള്ളതാണ്. വെള്ളത്തിൽ മുങ്ങിയിട്ടാണ്, സമുദ്രജലത്തിൽ മുങ്ങിയിട്ടാണ്. ആ സമുദ്രാഴിയിലുള്ള ചളി മുഴുവൻ തൊള്ളയിലേറ്റിയിട്ടാണ് ഫിർഔൻ തീരണത് അല്ലേ. കാരണം ഫിർഔൻ ഈജിപ്തിൻ്റെ മണ്ണും ഈജിപ്തിലെ വെള്ളവും അത് രണ്ടും എൻ്റേത് എന്ന് അവകാശപ്പെട്ട ആളാണ്. അതുള്ളത് കാരണത്താൽ ഞാനാണ് അന റബ്ബുക്കുമുൽ ആല, നിങ്ങളുടെ മേലായ റബ്ബ് എന്നാണ് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔൻ ചെങ്കടലിൽ മുങ്ങുമ്പോൾ ആമൻതു ബിലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനു ഇസ്രായീൽ എന്ന് പറയുന്നുണ്ട്, മുങ്ങിച്ചാകുമ്പോൾ ആ സമയം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ വിഷയത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, യാ മുഹമ്മദ്, ഫിർഔൻ്റെ മരണത്തെക്കുറിച്ച് ജിബ്രീൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, യാ മുഹമ്മദ്, മുഹമ്മദ് ഫലൗ റഅയ്തനി വഅന ആഖുദു മിൻ വിഹാലിൽ ബഹരി ഫഅദ്സുഹു ഫീഹി. മുഹമ്മദ്, അപ്പം നിങ്ങൾ എന്നെ കണ്ടിരുന്നുവെങ്കിൽ ഞാൻ സമുദ്രാഴിയിൽ നിന്ന് ചളി വാരി ഫിർഔൻ്റെ തൊള്ളയിലേക്ക് തിരുകുകയായിരുന്നു ഓ ചാകണ സമയത്ത്, മരിക്കണ സമയത്ത്. മഖാഫത്താൻ തുദ്രിക്കഹുർ റഹ്മ, ആ സമയം അള്ളാഹിൻ്റെ റഹ്മത്ത് ഫിർഔനെ പിടികൂടുമോ എന്ന് പേടിച്ചു ഞാൻ എന്നാണ്. അപ്പോൾ ഫിർഔൻ എങ്ങനെ മരിച്ചത്? തൊള്ള നിറച്ച് സമുദ്രാഴിയിലെ കറുത്ത ചളി ഏറ്റിക്കൊണ്ട് ആ വെള്ളത്തിൽ മുങ്ങി. പറയുമ്പോൾ അവൻ്റെ കൂടെ അവൻ്റെ പരിവാരമുണ്ട്, സൈന്യമുണ്ട്, സായുധരായി പരിവാരം ഒന്നടങ്കാണ് ആ സമുദ്രത്തിലേക്ക് പ്രവേശിച്ചത്. പക്ഷേ അവരൊക്കെ ഉണ്ടായിട്ടും ഫിർഔൻ അതിൽ മുക്കിക്കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ചരിത്രം പറഞ്ഞു വരുന്നത്. ഈ വീരവാദങ്ങൾ, അവകാശവാദങ്ങൾ അത് വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ്. മേലായ റബ്ബിന് ഒരിക്കലും
സഹിക്കാത്ത വിഷയമാണ് അവകാശവാദങ്ങൾ, ഗീർവാണങ്ങൾ. ഞാനെന്ന ഭാവത്തിൽ ആരെങ്കിലും നിഗളിച്ചാൽ അവൻ്റെ നടു ഞാൻ ഒടിക്കും, അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ എന്താ വേണ്ടത്? ഭൂമിയിൽ നമുക്ക് വേണ്ടത് വിനയമാണ്, ഒതുക്കമാണ്. പടപ്പുകളുടെ മുമ്പിൽ നമ്മൾ നിഗളിക്കാൻ പാടില്ല. ഷദ്ദാദ് ബിൻ ആദ്, പ്രസിദ്ധമായ ചരിത്ര ഷദ്ദാദ് ബിൻ ആദ്. എന്താ ആര് ഈ ഷദ്ദാദ് ബിൻ ആദ്? ചരിത്രത്തിൻ്റെ ഇന്നത്തെ അല്ലെങ്കിൽ ഇന്നലത്തെ ഒരു കഥാപാത്രമല്ല, പിന്നെയോ ചരിത്രത്തിന് അന്നത്തെ കഥാപാത്രമാണ്. ഇവിടെ ആദ് ഗോത്രമുണ്ട്, നമ്മൾ ആദ് ഗോത്രത്തെ വായിക്കുന്നുണ്ട്. അലം തറ കൈഫ ഫഅല റബ്ബുക ബി ആദ് ഇറമ ദാത്തിൽ ഇമാദ്. ആദ് ഗോത്രത്തെ എന്ത് ചെയ്തു നിന്റെ റബ്ബ് എന്ന് നീ അറിഞ്ഞില്ലേ? ആദെന്ന് പറഞ്ഞാൽ ഇറം, ദാത്തിൽ ഇമാദ്. ആദിന് മറ്റൊരു പേരാണ് ഇറം. ഇറം ഒരു വ്യക്തിൻ്റെ പേരാണ്, ആദ് ഒരു വ്യക്തിൻ്റെ പേരാണ്. പിന്നെ അത് നാടിനും പിന്നെ ആ ഗോത്രത്തിനും പേരാക്കി മാറി. ആദിന് 2 മക്കൾ, ഒന്ന് ഷദീദ് മറ്റൊന്ന് ഷദ്ദാദ്. ആദിന് 2 മക്കൾ, ഒന്ന് ഷദ്ദാദും മറ്റൊന്ന് ഷദീദും. എന്താ വിഷയം? ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദഅവത്തിൽ ഈ ഷദ്ദാദ് ഭയങ്കരമായിട്ട് നിഗളിച്ചു, അഹങ്കരിച്ചു. ഹൂദ് നബിയെ കൂട്ടാക്കിയില്ല എന്ന് മാത്രമല്ല, ഈ ഷദ്ദാദാണ് ഇറം എന്ന് പറയുന്ന പട്ടണത്തെ നിർമ്മിക്കുന്നത്. അതെങ്ങനെ? ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തെക്കുറിച്ചും സ്വർഗീയ വിശേഷണങ്ങളെക്കുറിച്ചും പറഞ്ഞ് തൻ്റെ പ്രബോധനം നടത്തി. അപ്പോൾ സ്വർഗത്തെക്കുറിച്ചുള്ള ഈ വിവരണങ്ങൾ കേട്ടപ്പോൾ ഈ ഷദ്ദാദ് ഭരണാധികാരിയാണ്, അവൻ അഹങ്കരിച്ച് അവൻ സ്വർഗത്തെ വെല്ലുന്ന ഒരു സ്വർഗം ഭൂമിയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അതെവിടെ ഉണ്ടാക്കാൻ തീരുമാനിച്ചത്? അദനിൽ. അദൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ജന്നാത്തു അദൻ എന്ന് പറയുന്നുണ്ട്. ജന്നാത്തു അദൻ. എന്താ ജന്നാത്തു അദൻ? അദൻ തോട്ടാണ്. അദൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിത്യവാസം എന്നർത്ഥം. നിത്യവാസത്തിനുള്ള സ്വർഗീയ തോപ്പുകൾ, അതാണ് ജന്നാത്തു അദൻ. ഈ ഒരു അദൻ എന്ന പേര് എവിടെ ഉണ്ട്? ഇന്ന് യമനിലുണ്ട്, പണ്ടേ ഉണ്ട്. ആ അദൻ എന്നവിടെ പറയാൻ കാരണം ഈ ഷദ്ദാദ് ഇബ്നു ആദ് ഉണ്ടാക്കിയ തോട്ടം, സ്വർഗത്തെ വെല്ലാൻ ഉണ്ടാക്കിയ തോട്ടം, അത് അവിടെ ഉണ്ടായിരുന്നത്, അവിടെയാണ് നിർമ്മിച്ചത്. പക്ഷേ അതിൽക്ക് ആളുകൾക്ക് പ്രവേശനം അല്ലാഹു അതുണ്ടാക്കിയവന് വരെ നിഷേധിച്ചു. അതാണ് നമ്മളുടെ വിഷയം. ലോകം അടക്കി വാണ ഭരണാധികാരികളിൽ എണ്ണുമ്പോൾ അതിലൊരാൾ ഈ ഷദ്ദാദ് ബിൻ ആദാണ്. ഷദ്ദാദ് ബിൻ ആദ് 900 വർഷങ്ങൾ ജീവിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഇത് എന്നത്തെ കഥ? നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പേരമക്കളുടെ കഥയാണ്. അതുകൊണ്ട് തന്നെ അന്ന് ദീർഘകാലം ജീവിക്കുക എന്നുള്ളതാണ് മനുഷ്യന്മാരുടെ പ്രത്യേകത. 500 വർഷത്തിലായിട്ടാണ് ഷദ്ദാദ് ഈ ഏദൻ തോട്ടം നിർമ്മിച്ചത്. അത് അവിടെ മാത്രമല്ല, ഷദ്ദാദ് ഈ ലോകം അടക്കി വാഴാനുള്ള ഈ യാത്രയിൽ ഈജിപ്തിലെത്തി. ഈജിപ്തിൽ പിന്നെ പിൽക്കാലത്ത് ദുൽഖർനൈൻ വന്ന് അവിടെയുള്ള ചില ശിലാഫലകങ്ങൾ വായിക്കുന്ന സന്ദർഭത്തിൽ ഇയാളുടെ ഈ ഷദ്ദാദിൻ്റെ വരികൾ വായിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നാണ്. ഞാനാണ് ഷദ്ദാദ്, എൻ്റെ കരുത്തുകൊണ്ടാണ് ഞാൻ നാടുകളെ പണിതത്, ഇറം തോട്ടം പണിതത്. ഇറം തോട്ടത്തിന് സമാനമായി ഇവിടെയും ഒരു തോട്ടം പണിയാൻ ഞാൻ ഉദ്ദേശിച്ചു എന്നൊക്കെ പറഞ്ഞ് ഈ ഷദ്ദാദ് ബിൻ ആദിൻ്റെ ചില രേഖകൾ ദുൽഖർനൈൻ വായിച്ചത് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. വിഷയം, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തെ സംവിധാനിച്ചു. സർവാനുഗ്രഹങ്ങളുടെ ഹൃദ്യമായ കാഴ്ചകളുടെ ഒരു സ്വർഗം. അപ്പം അതിനെക്കുറിച്ചുള്ള സുവിശേഷം പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞാൽ അതേപോലെ ഒന്ന് ഭൂമിയിൽ ഉണ്ടാക്കിയാൽ എന്നായിരുന്നു ഷദ്ദാദ് ബിൻ ആദിൻ്റെ ചിന്ത. ഷദ്ദാദ് ബിൻ ആദിൻ്റെ ചിന്ത അങ്ങനെ അയാൾ അതിന് ധാർഷ്ട്യം കാണിച്ചു എന്നുള്ളതാണ്. ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന്, കാരണം അയാൾ അങ്ങനത്തെ ഭരണാധികാരിയായിരുന്നു. പിന്നെ സ്വർണ്ണങ്ങൾ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു, വെള്ളികൾ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു, അമൂല്യ വസ്തുക്കൾ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു, വിദഗ്ധരായ ജോലിക്കാരെ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ഒക്കെ പാടെ കൂടിയിട്ടായിരുന്നു ഈ തോട്ടത്തിൻ്റെ നിർമ്മാണം എന്നുള്ളതാണ്.
ചരിത്രം പിന്നെ അതിൻ്റെ കഥ എഴുതുമ്പോൾ അതിൽ കുറേ വിഷയങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ഭയങ്കര അഹങ്കാരിയായിരുന്നു ഷദ്ദാദ് ഇബ്നു മുആദ്. അങ്ങനെ അയാളുടെ വർണ്ണനയിൽ, വിവരണത്തിൽ ആളുകൾ സ്വർണാങ്കിതമായി പരവർണ്ണാങ്കിതമായി ഈ ഒരു ഇറം തോട്ടം അത് അദനിൽ സ്ഥാപിച്ചു. വളരെ ഗംഭീരമായ നിർമ്മാണം. എന്താ സംഭവിച്ച്? നിർമ്മാണം കഴിഞ്ഞിട്ട് ഉദ്ഘാടനത്തിന് മറ്റേ ക്ഷണിച്ചു. 500 വർഷം എടുത്തു എന്നാണ് അതിൻ്റെ നിർമ്മാണത്തിൽ. ഉദ്ഘാടനത്തിന് ബഹുമാനപ്പെട്ടവരെ ക്ഷണിച്ചു, ഷദ്ദാദ് ഇബ്നു മുആദിനെ അല്ലേ. ഉദ്ഘാടനത്തിന് ഈ ഷദ്ദാദ് ഇബ്നു മുആദ് ആ തോട്ടത്തിന് നേരെ വരികയാണ്. പക്ഷെ ആ തോട്ടത്തിലേക്ക് ഒരു കാല് വെക്കാൻ അള്ളാഹു ഇട നൽകിയില്ല. അതിനു മുമ്പ് വാനത്തിൽ നിന്നൊരു ശിക്ഷ തീഗോളമായി ഇറങ്ങിയിട്ട് ഷദ്ദാദിനെ നശിപ്പിച്ചു എന്നാണ്. വളരെ പ്രതീക്ഷയിൽ, ആഗ്രഹത്തിൽ, തൻ്റെ ഈ ഒരു തിട്ടൂരം, അതിൻ്റെ ഒരു സാഫല്യം കാണാനാണ് വന്നത്. ഇതിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ, ചരിത്രം വായിച്ചു പോകുന്ന കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുൽ മൗത്തിനോട് ആരുടെയെങ്കിലും റൂഹിനെ പിടിച്ചപ്പോൾ പ്രയാസം, ഒരു വിമ്മിഷ്ടം അനുഭവിച്ച അവസ്ഥയുണ്ടോ എന്നൊരു ചോദ്യം. അവർ രണ്ടാൾ, ഒന്നൊരു കുഞ്ഞിന് ഉമ്മ മുലയൂട്ടുമ്പോൾ ഉമ്മയെ മരിപ്പിച്ചതും, ഷദ്ദാദ് ഇബ്നു മുആദ് തൻ്റെ തോട്ടം ഉദ്ഘാടനത്തിന് കാലെടുത്ത് വെക്കുമ്പോൾ അതിന് അവസരം നൽകാതെ അയാളെ മരിപ്പിച്ചതും, അത് എനിക്കൊരു വിഷമമായ രീതിയായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് മലക്കുൽ മൗത്ത് പ്രതികരിച്ചു എന്നാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു എന്നാണ്, ഏതൊരു ഉമ്മയുടെ മാറിടത്തിൽ അമ്മിഞ്ഞ പകരുമ്പോഴാണോ ഉമ്മയെ മരിപ്പിച്ചത്, അത് ഈ ഷദ്ദാദ് ഇബ്നു മുആദ് കുട്ടിയായിരിക്കുമ്പോൾ അയാളുടെ ഉമ്മയാണ്, ഈ അഹങ്കാരിയുടെ ഉമ്മയാണ്. പിന്നെ ആ ഷദ്ദാദിനെ തന്നെയാണ് തൻ്റെ തോട്ടം അതിലേക്ക് കാല് എടുത്ത് വെക്കുന്നതിന് മുമ്പ് മരിപ്പിച്ച ഷദ്ദാദ് എന്ന് അള്ളാഹു പ്രതികരിച്ചു എന്നാണ് ഈ ചരിത്രം വായിക്കുന്ന കൂട്ടത്തിൽ വായിച്ചു പോയതാണ്. വിഷയം എന്താ? വിഷയം അഹങ്കാരികൾ. അള്ളാഹ്ക്കറിയാലോ ഒരു മനുഷ്യൻ ജീവിച്ചാൽ എന്തായിരിക്കും അയാളുടെ ഗതി. നമുക്കാണ് അയാളുടെ ഇന്നലെ മനസ്സിലാക്കാൻ, അതറിയാൻ, ആ ഇന്നലേക്ക് ഇപ്പുറം ജീവിക്കാനൊക്കെ അവസരം ഉണ്ടാകേണ്ടത്. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ നാളെ വ്യത്യാസമല്ല. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും പോലെയാണ്. അതുകൊണ്ട് തന്നെ അഹങ്കാരികളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഞാനെന്ന ഭാവത്തിൽ നിഗളിക്കുന്ന, അവകാശവാദങ്ങൾ അന്യായമായി ഉന്നയിക്കുന്നവരൊക്കെ പടച്ച തമ്പുരാൻ മേലായവൻ കൈകാര്യം ചെയ്യുന്നത് വളരെ ഗൗരവമായ നിലക്കാണ്. അതിൽ മറ്റുള്ളവർക്ക് വലിയ പാടാണ്. ഇവിടെ ഷദ്ദാദ് ഇബ്നു മുആദിൻ്റെ ഈ ഒരു മരണം നമ്മൾ സീറകളിൽ, ചരിത്ര ഗ്രന്ഥങ്ങളിൽ വായിക്കുമ്പോൾ ഇങ്ങനെ ഒരു പതനം അയാൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയെന്നാണ്. എത്രയോ അങ്ങനത്തെ ചക്രവർത്തികളുണ്ട്, എത്രയോ അങ്ങനത്തെ ദുർഭരണാധികാരികളുണ്ട് ഈ ദുനിയാവിൽ നിന്ന്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൊരു മരണം അത് വളരെ ഹീനമായ നിലയിൽ വിധിക്കപ്പെട്ട അവസ്ഥയിൽ. യഅ്ജൂജ് മഅ്ജൂജിൻ്റെ ചരിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ച് നമ്മൾ വായിക്കുമ്പോൾ, യഅ്ജൂജ് മഅ്ജൂജ് അന്ത്യനാളോടനുബന്ധിച്ച് ഇവിടെ വരാനിരിക്കുന്ന ജനവിഭാഗമാണ്. എന്താ? യഅ്ജൂജ് മഅ്ജൂജിന് പല പുറപ്പാടുകളും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെയും രക്തസിക്ത താണ്ഡവങ്ങളുടേതാണ്. പല പുറപ്പാടുകൾ ഉണ്ടായിട്ടുണ്ട്. എത്രയോ സംസ്കാരങ്ങളെ യഅ്ജൂജ് മഅ്ജൂജ് തകർത്തെറിഞ്ഞിട്ടുണ്ട്. എത്രയോ നാഗരികതകളെ യഅ്ജൂജ് മഅ്ജൂജ് നാമാവശേഷമാക്കിയിട്ടുണ്ട്. യഅ്ജൂജ് മഅ്ജൂജ് എന്ന് പറയുന്ന മഹാവിപത്തിനെ തടയിടാൻ ദുൽഖർനൈൻ അണകെട്ടിയിട്ടുണ്ട്. യഅ്ജൂജ് മഅ്ജൂജിൻ്റെ ശല്യം അത് മംഗോളിയയിൽ നിന്ന് പലയിടങ്ങളിലേക്ക് ഉണ്ടാവുകയും അങ്ങനെ അവർ ചെറുക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഭരണാധികാരികൾ ആലോചന നടത്തുകയും ചെയ്തിട്ടുണ്ട്. ചൈനയിലെ വൻമതിൽ വരെ യഅ്ജൂജ് മഅ്ജൂജിനെ തടയിടാൻ നിർമ്മിക്കപ്പെട്ടതാണ്. അതിൻ്റെ ആ ഒരു ചിന്ത, വൻമതിലിനാൽ അവരെ തടയിടാൻ സാധിക്കുമെന്നുള്ള ചിന്ത അന്ന് ചൈനയിലെ ഭരണാധികാരി സ്വീകരിച്ചത് ദുൽഖർനൈൻ എന്ന വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ച മഹാ വ്യക്തിത്വത്തിൻ്റെ
ആ അനുഭവത്തിൽ നിന്നാണ് എന്നും അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ നിന്നാണ് എന്നും നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും. ഏതായാലും യജൂജ് മഅജൂജ് അവർ ഇന്നലകളിൽ പലതവണ പുറപ്പെട്ടിട്ടുണ്ട്. രക്തസിക്തമായ പോരാട്ടം നടത്തിയിട്ടുണ്ട്. ആളുകളെ അവർ ഹീനമായി കൊന്നൊടുക്കിയിട്ടുണ്ട്. അത് ഇസ്ലാമിക നാടുകൾക്ക് നേരെയും ഉണ്ടായിട്ടുണ്ട്. അബ്ബാസികളുടെ ഖിലാഫത്തിൻ്റെ ഒടുവിൽ ബഗ്ദാദിന് നേരെ ഉണ്ടായ ചെങ്കിസ് ഖാൻ്റെ പടയോട്ടം, ഹോലാക്കായുടെ പടയോട്ടമൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. വിഷയം അന്ത്യനാളോടനുബന്ധിച്ച് ഈ യജൂജ് മഅജൂജിന് ഒരു പുറപ്പാടുണ്ട്. ആ യജൂജ് മഅജൂജിൻ്റെ പുറപ്പാടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അത് വിശദീകരിച്ചത് എന്നത്, യജൂജ് മഅജൂജ് വരുമ്പോൾ ഇവിടെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടായിരിക്കും. വിശ്വാസികൾ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയോടൊപ്പം ആയിരിക്കും. അങ്ങനെ യജൂജ് മഅജൂജിൻ്റെ പ്രത്യാക്രമണങ്ങളിൽ നിന്ന് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയും വിശ്വാസികളും സിറിയയിൽ ഒരു മലയിലേക്ക് ആശ്രിതരാകും. ഒരു മലയിൽ കയറി ആശ്രിതരാകും. യജൂജ് മഅജൂജ് കണ്ണിൽ കണ്ടവരെയൊക്കെ നാമാവശേഷമാക്കും, കൊല്ലും. എന്നിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഭൂമിയിലുള്ളവരൊക്കെ കൊല്ലും. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയോടൊപ്പം ആ മലയിൽ പോകിയവർ മാത്രമായിരിക്കും ശേഷിക്കുക, ബാക്കിയുള്ളവരൊക്കെ കൊല്ലും. എന്നിട്ട് അവർ പറയും, ലഖദ് ഖതൽനാ മൻ ഫിൽ അർദ്, ഭൂമിയിലുള്ളവരെ മുഴുവൻ നമ്മൾ കൊന്നിരിക്കുന്നു. ഹലുമ്മ ഫൽ നഖ്തുൽ മൻ ഫിസ് സമാ, വരൂ ഇനി നമുക്ക് മാനത്തിലുള്ളവരെ കൊല്ലാം എന്നാണ്. ആകാശത്തിലുള്ളവരെ കൊല്ലാം, ഇവിടത്തൊക്കെ കഴിച്ച് നമുക്ക് മാനത്തിലുള്ളവരെ കൊല്ലാം എന്നവർ ഗർജിക്കുമെന്നാണ്. അങ്ങനെ തിരുനബി പറയാണ്, ഫയർമൂന ബിനുശാബിഹിം ഇല സമ, അവർ ആകാശത്തിന് നേരെ അമ്പെയ്യും എന്നാണ്. ഫയറുദ്ദുല്ലാഹു അലൈഹിം നുശാബഹും മഖ്ദൂബതൻ ദമൻ ലിൽ ബലാഇ വൽ ഫിത്ന എന്നാണ്. അവർ മാനത്തിന് നേരെ അമ്പെയ്യുമ്പോൾ ആ അമ്പ് തിരിച്ചു വീഴുമ്പോൾ അതിന്മേൽ രക്തം, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അമ്പിനെ രക്തത്തിൽ കുളിപ്പിച്ചാണ് അവിടുന്ന് താഴത്തേക്ക് ഇടുക എന്നാണ്. എന്തിന്? ലിൽ ബലാഇ വൽ ഫിത്ന, റസൂൽ പറയുന്ന ആളുകളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഈ യജൂജ് മഅജൂജ് അവർക്കറിയാം മാനത്ത് ഒരു കാര്യം കൊല്ലാനില്ല എന്നുള്ളത്. പക്ഷേ അത് രക്തത്തിൽ കുളിച്ച് താഴേക്ക് വീഴുമ്പോൾ ഒരു ചിന്ത ഉണരുമോ ഇല്ലേ എന്നുള്ള ഒരു പരീക്ഷണത്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ അങ്ങനെ തിരിച്ചയക്കുന്നത് എന്നാണ്. എന്നിട്ട് അവർ പറയും, ഖദ് ഖതൽനാ അഹ്ലസ് സമാ, ആകാശത്തിലുള്ളവർ ഇപ്പോൾ നമ്മൾ കൊന്നിരിക്കുന്നു. കാരണം എന്താ? അത് രക്തത്തിൽ കുളിച്ചിട്ടാണ് വരുന്നത് ഈ അമ്പ്. അത് കണ്ടിട്ട് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയും വിശ്വാസികളും കടുത്ത പരീക്ഷണത്തിന് വിധേയമാകുന്ന ഒരു സന്ദർഭമാണത്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മുട്ടിൽ കുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി ദുആ ഇരക്കുന്നതിനെക്കുറിച്ചൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. ഏതായാലും ഈ യജൂജ് മഅജൂജ് ലോകരെ മുഴുവൻ സംഹരിച്ച് താണ്ഡവമാടി വധിച്ച് ഇങ്ങനെ ഈ ഒരു വീരവാദം മുഴക്കുന്ന യജൂജ് മഅജൂജ്, പിന്നെ എന്താണ് അവരുടെ അവസാനം? അതാണ് ഫയുർസിലുല്ലാഹു അലൈഹിമുൻ നഗഫ് ഫീ റിഖാബിഹിം എന്നാണ്. അള്ളാഹു അവരുടെ പിരടിയിൽ ഒരു പുഴുവിനെ നിയോഗിക്കുമെന്നാണ്. ഒരു പുഴുവിനെ അള്ളാഹു അവരുടെ പിരടിയിൽ നിയോഗിക്കും. ഫയഖ്തുലുഹും ബിഹ, ആ ഒരു പുഴുവിലാണ് അള്ളാഹു അവരെ കൊല്ലുക എന്നുള്ളതാണ്. ഉണ്ടോ? അപ്പോൾ ഇവിടെ ആൾക്കൂട്ടത്തിൻ്റെ ആവശ്യമല്ല, വലിയ സൈനിക ശേഷിയും സൈനികമായ ഊക്കും അവകാശപ്പെടുന്നവരെ തീർക്കാൻ അള്ളാഹ്ക്ക് അതേപോലെ ഒരു സൈനിക ശേഷിൻ്റെ ആവശ്യമില്ല. പിന്നെയോ അള്ളാഹുവിൻ്റെ സൈന്യങ്ങൾ ധാരാളമാണ്. ഇവിടെ അള്ളാഹു യജൂജ് മഅജൂജ് എന്ന് പറയുന്ന ആ ഒരു വൻപടയെ തീർക്കാൻ അവരുടെ കഴുത്തിൽ പിരടിയിൽ ഒരു പുഴുവിനെയാണ് നിയോഗിക്കുക. ആ പുഴു അത് കാരണത്താലാണ് അവരെന്ത് ചെയ്യുക? തീരുക. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം വിശ്വാസികളോടൊത്ത് മലയുടെ മുകളിൽ അവിടെ നിന്ന് ഒരാളോട് പറയുമെന്നാണ്, ഒന്ന് മലയിറങ്ങി നോക്കാൻ എന്തായി ഭൂമിയിലെ അവസ്ഥ, നാട്ടിലെ അവസ്ഥ. അങ്ങനെ ഒരാൾ സ്വന്തത്തെ അങ്ങോട്ട് സമർപ്പിക്കുകയാണ് മരണത്തിന്. എന്നിട്ട് അയാൾ ഇറങ്ങുകയാണ് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് അയാൾ കാണുന്നത് ഈ യജൂജ് മഅജൂജ് അട്ടിയായി മരിച്ചു കിടക്കുന്നത്. അങ്ങനെ ആ സുവിശേഷം അയാൾ മലയുടെ മുകളിൽ ഓതുമ്പോൾ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയും വിശ്വാസികളും ഇറങ്ങി വരും. അങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ കാണുന്നത് എന്താ? ഭൂമി നിറച്ച് ശവങ്ങളാണ്. ആരുടെ ശവങ്ങൾ? ഈ യജൂജ് മഅജൂജിൻ്റെ ശവങ്ങൾ. അവർ
കൊന്നതെന്താ? ഈ കഴുത്തിലെ പുഴുക്കളാണ്. അങ്ങനെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയാൽ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ശവങ്ങൾ ഇവിടെ നീക്കുവാനുള്ള അവസരം സൃഷ്ടിക്കും. അങ്ങനെ ഭൂമി അള്ളാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്ന് ശുദ്ധമാക്കും. പിന്നെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും വിശ്വാസികളും ഈ ഭൂമിയിൽ പിന്നീട് തുടർന്ന് ജീവിക്കുന്ന വിഷയം. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു ദുരഭിമാനത്തിൻ്റെ ഗീർവാണങ്ങളും അവകാശവാദങ്ങളും അത് പലർക്കും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ആളുകളൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്, മരിപ്പിച്ചത് എന്നുള്ളതാണ്. യജൂജ് മജൂജിൻ്റെ വീരവാദങ്ങൾ, അവകാശങ്ങൾ അത് ഉണ്ടാകുന്നതിനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകി. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ഒരു വിഭാഗത്തെ നശിപ്പിക്കുന്ന വിഷയത്തിൽ അള്ളാഹു ഒരു പുഴുവിനെ നിയോഗിക്കും. ആ നിയോഗത്തിൽ അവരൊന്നായിട്ട് ശവമായി മാറുന്ന ഒരു വിഷയം ഉണർത്തി. അതിലൊക്കെ നമുക്ക് പഠിക്കാനുള്ള പാഠം അള്ളാഹു സുബ്ഹാനഹു വ തആല അവനാണ് അൽ മുമീത്ത്, മരിപ്പിക്കുന്നവൻ. അൽ മുമീത്ത് എന്ന പേര് കഴിഞ്ഞ ആഴ്ച നമ്മൾ അൽ മുഹീ പറഞ്ഞു. ഇത് അള്ളാഹുവിന് അങ്ങനെ പേരായിട്ടുണ്ട്, അത് അള്ളാഹുവിൻ്റെ പ്രത്യേകതയും പ്രവൃത്തിയുമാണ്. ചില പണ്ഡിതന്മാർ അൽ മുമീത്ത് എന്ന അള്ളാഹ്ക്ക് പേരുണ്ട്, ആ പേരിൻ്റെ തേട്ടങ്ങൾ ഇങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട്. ചിലർ അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേകതയാണ് മരിപ്പിക്കുക, പ്രവൃത്തിയാണ് മരിപ്പിക്കുക എന്നുള്ളത്. അൽ മുമീത്ത് എന്ന അസ്മാഉൽ ഹുസ്നയിൽ ഒരു പേരായി അള്ളാഹ്ക്കില്ല എന്നുള്ളതാണ്. എന്തായാലും മരിപ്പിക്കുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹു യതവഫൽ അൻഫുസ്, അള്ളാഹു ആകുന്നു മനുഷ്യരെ മരിപ്പിക്കുന്നത് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. മേലായവൻ മരിപ്പിക്കുമ്പോൾ മരണം 2 നിലക്കാണെന്നും പറഞ്ഞിട്ടുണ്ട്. വിശ്വാസിക്ക് മരണം അള്ളാഹു വിധിച്ചതെങ്ങനെയാണ്? അവിശ്വാസിക്കും അക്രമിക്കും അള്ളാഹു മരണം വിധിച്ചതെങ്ങനെയാണ്? അൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു തആലാനുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസിൽ ഒരു വിശ്വാസി മരിക്കുമ്പോൾ മരണാസന്നനായ വിശ്വാസിയോട് പറയുന്നത് ഉഖ്രിജി അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന അയ്യതുഹൻ നഫ്സു ത്വയ്യിബ കാനത് ഫിൽ ജസദി ത്വയ്യിബ് ഉഖ്റുജി ഹമീദതൻ ഉഖ്റുജി റാദിയതൻ മർദിയതൻ അൻകി ഉഖ്റുജി ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹി വറിദ്വാൻ വഅബ്ശിരി ബിറൗഹിൻ വറൈഹാൻ വറബ്ബിൻ ഗൈരി ഗദ്ബാൻ എന്നാണ്. നോക്കി നിങ്ങൾ, വിശ്വാസി മരിക്കുമ്പോൾ ആ വിശ്വാസിയോട് പറയുന്നത് ഉഖ്റുജി അയ്യതുഹൻ നഫ്സു ത്വയ്യിബ, വിശിഷ്ടമായ ആത്മാവേ പുറത്തു വരൂ എന്നാണ്. കാനത്ത് ഫിൽ ജസദി ത്വയ്യിബ്, വിശിഷ്ടമായ ശരീരത്തിലായിരുന്നു ഈ വിശിഷ്ടമായ ആത്മാവിൻ്റെ സാന്നിധ്യം, അതുകൊണ്ട് പുറത്തു വരൂ എന്ന് പറയും. മലക്കുൽ മൗത്ത് സ്വാഗതോദാണ് ആത്മാവിന്. പിന്നെയോ ഉഖ്റുജി ഹമീദതൻ, സ്തുത്യർഹമായി വരാനാണ് പറയുക. ഉഖ്റുജി റാദിയതൻ, തൃപ്തിപ്പെട്ട നിലക്ക്, അല്ല തൃപ്തിയോടുകൂടി വരൂ എന്നാണ്. അതേപോലെ മർദിയതൻ അൻകി, നിനക്ക് തൃപ്തിയുണ്ട്, മേലായൻ്റെ തൃപ്തി, പിന്നെ നീയും സംതൃപ്തമായിട്ട് വരൂ എന്നുള്ളതാണ്. ഉഖ്റുജി ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹ് വറിദ്വാൻ, അള്ളാഹുവിൻ്റെ പാപമോചനത്തിലേക്ക് ഇറങ്ങിക്കോ, അള്ളാഹിൻ്റെ തൃപ്തിയിലേക്ക് ഇറങ്ങിക്കോ. അതേപോലെ വഅബ്ശിരി ബിറൗഹിൻ വറൈഹാൻ, റൗഹും റൈഹാനും സ്വർഗീയ പരിമളം, സുഗന്ധം, അതിലേക്ക് ഇറങ്ങിക്കൊന്നാണ്. അത് നിനക്കുണ്ട്, സന്തോഷപ്പെട്ടുകൊള്ളൂ എന്ന് പറഞ്ഞാണ്. വറബ്ബിൻ ഗൈരി ഗദ്ബാൻ, കോപിക്കാത്ത റബ്ബിലേക്ക് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞാണ് വിശ്വാസിയുടെ ആത്മാവിനെ മലക്കുകൾ മരണാസന്നമായ സന്ദർഭത്തിൽ സ്വീകരിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഫലാ യസാലു യുഖാലു ദാലിക ഹത്താ തഖ്റുജ്, ആത്മാവ് പുറത്തു വരുന്നത് വരെ ആത്മാവിനോട് ഇതൊക്കെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമെന്നാണ്. അങ്ങനെ ഫതഖ്റുജു തസീലു കമാ തസീലുൽ ഖത്രതു മിൻ ഫീ സിഖ, വെള്ളം ഇരിക്കുന്ന കൂജയിൽ നിന്ന് വെള്ളം മുറ്റുന്നത് പോലെ ആത്മാവ് ഇറങ്ങി വരുമെന്നാണ്, ഒഴുകി ഇറങ്ങി വരുമെന്നാണ് വിശ്വാസിയുടെ ആത്മാവിനെ കുറിച്ചായി പറയുന്നത്. അവിടെ നോക്കി, നിങ്ങളൊരു വിശ്വാസി അല്ലാഹു സുബ്ഹാനഹു വ തആല മരിപ്പിക്കുമ്പോൾ അതിനോട് പറയുന്നത് ഉഖ്റുജി ഹമീദത്തൻ എന്നാണ്. സ്തുത്യർഹമായ നിലക്ക് ആത്മാവിനോട് പുറത്തിറങ്ങാൻ പറയും. അതേപോലെ റാദിയത്തൻ, അത് തൃപ്തിപ്പെട്ടുകൊണ്ട്, മർദിയത്തൻ, അതിനെ തൃപ്തിപ്പെട്ടുകൊണ്ട്, പിന്നെ അബ്ശിരി ബി റൗഹിൻ വ റൈഹാൻ, സ്വർഗീയ പരിമളങ്ങൾ, സുഗന്ധങ്ങൾ, അതിലേക്ക്
അതുകൊണ്ട് സന്തോഷ വാർത്ത അരുളപ്പെട്ടുകൊണ്ട്. പിന്നെ ഇല മഗ്ഫിറത്തിൻ മിനല്ലാഹ് വറിദ്വാൻ, അള്ളാഹിൻ്റെ പാപമോചനത്തിലേക്ക്, അള്ളാഹിൻ്റെ പ്രീതിയിലേക്ക്. നോക്കി നിങ്ങൾ, എത്ര പ്രയോഗങ്ങൾ, അതിലെത്ര സന്തോഷ വാർത്തകൾ. ആർക്ക്? വിശ്വാസിയെ മരിപ്പിക്കുമ്പോൾ മലക്കുകൾ ഇത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുമെന്നാണ്, റൂഹ് പുറത്തേക്ക് വരുന്നത് വരെ. എന്നാൽ അവിശ്വാസിയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഉഖ്റുജി അയ്യത്തുഹൻ നഫ്സുൽ ഖബീസ എന്നാണ്. വൃത്തികെട്ട ആത്മാവെ പുറത്തു വരൂ എന്നാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നഊദു ബില്ലാഹ്. കാനത്ത് ഫിൽ ജസദിൽ ഖബീസ്, വൃത്തികെട്ട ശരീരത്തിൽ ഇടം കണ്ട ആത്മാവായിരുന്നു. ഉഖ്റുജി ദമീമത്തൻ, അവിടെ ഹമീദത്തൻ എന്നാണ്, ഇവിടെ ദമീമത്തൻ. ദമീമത്ത് എന്ന് പറഞ്ഞാൽ ആക്ഷേപാർഹമായി. സാഹിത്തൻ മസ്ഹൂത്തൻ അലയിക്കി എന്നാണ്. കോപിച്ചുകൊണ്ടും അള്ളാഹുവിൻ്റെ കോപം വന്നിറങ്ങിയ നിലക്കും പുറത്തു വരാനാണ് പറയുക. ഉഖ്റുജി ഇലാ അദാബില്ലാഹ്, അള്ളാഹിൻ്റെ അദാബിലേക്ക് ഇറങ്ങിക്കോ എന്നാ പറയുക. വ അബ്ശിരി ബി ഹമീമിൻ ഗസ്സാഖ്, അവിടെ റൗഹും റൈഹാനുമാണ്, ഇവിടെ ഹമീമും ഗസ്സാഖുമാണ്. നിനക്കുള്ളത് ഹമീമാണ്. ഹമീം എന്ന് പറഞ്ഞാൽ ചൂട്, അതിൻ്റെ മൂർധന്യതയിലെത്തിയ ചുടുവെള്ളം. അള്ളാഹു കാക്കട്ടെ. നഊദു ബില്ലാഹ്. പിന്നെ ഗസ്സാഖ് എന്ന് പറഞ്ഞെങ്കിൽ തൊണ്ടയിൽ കെട്ടുന്ന അന്നം ഉള്ള നരകം. അള്ളാഹു കാക്കട്ടെ. നഊദു ബില്ലാഹ്. അതിലേക്ക് ഇറങ്ങിക്കോ എന്നാ പറയുക. എന്നിട്ട് റസൂൽ പറയണ ഫതഫറഖു ഫീ ജസദിഹി, ആത്മാവ് ഇത് കേട്ടിട്ടാണ് ഇതിലേക്ക് ഇറങ്ങിക്കോ എന്നാ പറയുന്നത്. എങ്ങനെ ഇറങ്ങും? ആത്മാവ് ശരീരത്തിൽ പിന്നെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ കൂട്ടാക്കാതെ ചിതറിക്കിടക്കുമെന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഫയൻസഉഹാ കമാ യുൻസഉ സഫൂദു മിനസ് സൂഫിൽ മബ്ലൂൽ, നനച്ചുകൂട്ടിയ പഞ്ഞിയിൽ ഇരുമ്പിൻ്റെ കൊളുത്തുകൊണ്ട് വലിക്കുന്നത് പോലെ ആ ആത്മാവിനെ വലിച്ചൂരിയെടുക്കുമെന്നുള്ളതാണ്. അല്ലാഹു കാക്കട്ടെ. നഊദു ബില്ലാഹ്. അതാണ് ആരുടെ മരണം? ഒരു അവിശ്വാസിയുടെ, അക്രമിയുടെ മരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ തന്നെ അതൊരു അത്ഭുത ചോദ്യമായിട്ട് നമ്മളെ ഉണർത്തിയിട്ടുണ്ട്. അള്ളാഹു പറയാണ് വിശുദ്ധ ഖുർആനിൽ, വലൗ തറ ഇദ് യതവഫൽ ലദീന കഫറു അൽ മലായികതു യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും. വലൗ തറ, പ്രവാചകരെ നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ, ഇദ് യതവഫൽ ലദീന കഫറു, അവിശ്വാസി മരിക്കുന്ന സമയം, അവിശ്വസിച്ചവർ മരിക്കുന്ന സമയം നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ, അൽ മലായികത്തു, മലക്കുകൾ, യദ്രിബൂന വുജൂഹഹും, അവരുടെ മുഖത്തടിക്കും, വഅദ്ബാറഹും, അവരുടെ പിന്നിലും അടിക്കും. വലൗ തറ ഇദ് യതവഫൽ ലദീന കഫറു അൽ മലായികത്തു യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും വദൂഖു അദാബൽ ഹരീഖ് എന്നാണ്. കരിക്കുന്ന ശിക്ഷ അത് ആസ്വദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞിട്ടായിരിക്കും അവിശ്വാസിയുടെ മരണവേള എന്നാണ് അള്ളാഹു പറയുന്നത്. അത് ഒരു ആശ്ചര്യത്തിൽ അള്ളാഹു ചോദിക്കുകയാണ്. വലൗ തറ ഇദ് ളാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത് അൽ മലായികത്തു ബാസിതു ഐദീഹിം അഖ്രിജു അൻഫുസകും അൽയൗമ തുജ്സൗന അദാബൽ ഹൂൻ. മറ്റൊരിടത്ത് അള്ളാഹു പറയാണ്, വലൗ തറ, നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ, ഇദ് ളാലിമൂൻ, അക്രമികളുടെ സമയം, ഫി ഗമറാത്തിൽ മൗത്ത്, മരണത്തിൻ്റെ സക്രാത്തിൽ അക്രമികൾ കിടക്കുമ്പോൾ നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. വളരെ ഗൗരവമാണ് രംഗം. എന്താ വിഷയം? അൽ മലായികത്തു ബാസിതു ഐദീഹിം, മലക്കുകൾ അവരുടെ കൈകൾ നീട്ടും. എന്നിട്ട് പറയും അഖ്രിജു അൻഫുസകും, ആത്മാക്കളെ പുറത്തെടുക്കൂ എന്ന് അവരോട് പറയും, അക്രമികളോട് പറയും. എന്നിട്ട് പറയും അൽയൗം, ഇന്ന്, തുജ്സൗന അദാബൽ ഹൂൻ, മാനക്കേടിൻ്റെ, അപമാനത്തിൻ്റെ അദാബാണ് നിങ്ങൾക്ക് പ്രതിഫലമായി നൽകപ്പെടുന്നത് എന്നാണ് പറയുക. ഇത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അക്രമികളുടെ മരണവേളയെ അറിയിച്ചുകൊണ്ട് ഉണർത്തിയതാണ്. അപ്പോൾ സഹോദരന്മാരെ, ഇവിടെ വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല മരിപ്പിക്കും, വിശ്വാസിയെ മരിപ്പിക്കും, അവിശ്വാസിനെയും മരിപ്പിക്കും. പക്ഷേ വിശ്വാസി അവൻ്റെ മരണവേളയിൽ എത്ര സുവിശേഷങ്ങൾ ഏറ്റുവാങ്ങി, സ്തുത്യർഹമായി സ്തുതി പാടി, തൃപ്തിയേകി, തൃപ്തി അരുളപ്പെട്ട് റബ്ബിൻ്റെ തൃപ്തിയിലേക്കാണ് ഇറങ്ങുന്നത്. എന്നാൽ അവിശ്വാസിയോ? രണ്ടാലൊരു മരണമാണ് മനുഷ്യന് പറയപ്പെട്ടിട്ടുള്ളത്. അതിൽ നമ്മുടേത് ഏതി എന്നുള്ളത് ആലോചിക്കേണ്ടതും തീരുമാനിക്കേണ്ടതും നമ്മൾ തന്നെയാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ടത് നമ്മളാണ്, അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടത് നമ്മളാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ജീവനിട്ടു എന്നത് നമ്മൾ മരിക്കുമെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. നമുക്കൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത് നമുക്കറിയാം, നമുക്കൊക്കെ ഡേറ്റ് ഓഫ് ഡെത്തുമുണ്ട്. ആ ഡേറ്റ് ഓഫ് ഡെത്ത് അത് നമുക്ക് സുനിശ്ചിതമാണ്. ആ സുനിശ്ചിതമായ അന്നത്തേക്ക് നമ്മളിവിടെ ഒരുങ്ങേണ്ടതുണ്ട് എന്നാണ് ഇവിടെ പ്രധാനമായി നമ്മൾ വായിക്കേണ്ടതായ ഒരു പാഠം. മരണം ശരീരത്തിന് പറഞ്ഞതുപോലെ മരണം മനസ്സിനും പറയപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സുകളെ മരിപ്പിക്കും എന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ശരീരത്തിൻ്റെ മരണം അതെങ്ങനെയെന്ന് മനസ്സിലാക്കി. മനസ്സിൻ്റെ മരണം അത് സംഭവിച്ചാൽ പിന്നെ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും, പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമല്ല. അള്ളാഹു കാക്കട്ടെ, നഊദു ബില്ലാഹ്. കാരണം എന്താ? ഹിദായത്ത് ഫലിക്കൂല, സൽപാന്താവ് ഫലപ്പെടില്ല, സൽപ്രവൃത്തികളിലേക്ക് ഉദവിയും തുറവിയും ഉണ്ടാവില്ല. അതാണ് മനസ്സിൻ്റെ മരണം അതുണ്ടാക്കുന്ന വലിയ പ്രത്യാഘാതം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിലപ്പോഴൊക്കെ സഹാബത്തിനെ അതിനെക്കുറിച്ച് ഉണർത്തിയിട്ടുണ്ട്. 2 തിരുമൊഴികൾ ഇവിടെ ഈ ഒരു സമയം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ആ വിഷയത്തിൽ അബൂ ദറുൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ ഒരിക്കൽ അബൂ ദർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഔസിനി, റസൂലെ നിങ്ങൾ എനിക്കൊരു വസിയ്യത്ത് പറഞ്ഞാലും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ദറിനോട് പറഞ്ഞു, ഊസിക ബി തഖ്വല്ലാഹ്, അബൂ ദർ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണം, അതാണ് എനിക്ക് നിങ്ങളോടുള്ള വസിയ്യത്ത്. ഫഇന്നഹു റഅസുൽ അംർ കുല്ലി, എല്ലാ കാര്യങ്ങൾക്കും ഒരു മെയിൻ അത് തഖ്വയാണ്. തഖ്വയാണ് ഏറ്റവും പ്രധാനം. എന്നിട്ട് തിരുനബി പറഞ്ഞു, അലൈക ബി തിലാവത്തിൽ ഖുർആൻ വ ദിക്രില്ലാഹ്, നീ അള്ളാഹുവിൻ്റെ ദിക്റിൽ കഴിയണം, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം, ഖുർആൻ ഓതണം, അള്ളാഹ്ക്ക് ദിക്ർ എടുക്കണം. ഫഇന്നഹു നൂറുൻ ലക ഫിൽ അർള്, കാരണം ദിക്റും ഖിറാഅത്തും അത് ഭൂമിയിൽ നിനക്ക് പ്രകാശമാണ്. വദുഖുറുൻ ലക ഫിസ്സമാ, ആകാശത്തിൽ നിനക്കൊരു സൂക്ഷിപ്പ് സ്വത്താണ്. ഖുർആൻ ഓതണം, അള്ളാഹ്ക്ക് ദിക്ർ എടുക്കണം, അത് ഭൂമിയിൽ പ്രകാശമാണ്, മാനത്ത് നമുക്കൊരു സൂക്ഷിപ്പ് സ്വത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസിയ്യത്താണ്. 2 കാര്യം, ഒന്ന് ദിക്ർ, മറ്റൊന്ന് ഖിറാഅത്തുൽ ഖുർആൻ. ഓരോരുത്തരും ചോദിക്കേണ്ടതാണ്, ഒരു ദിവസമെങ്കിലും ഒരു 7 പാരായണം ചെയ്യുന്നൊരവസ്ഥ നമുക്കുണ്ടോ എന്നുള്ളത്. ഓരോ ദിവസവും നമുക്കൊരു ഹിസ്ബ് ഖുർആനിൽ നിന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചോദിക്കേണ്ടതാണ്. പ്രത്യേകം പാരായണം ചെയ്യേണ്ട സൂറത്തുകളുണ്ട്. അത് ആയത്തുൽ കുർസി ആയിട്ടുണ്ട്, മുഅവ്വിദാത്ത്, ഇഖ്ലാസ്, ഫലക്ക്, അന്നാസ് ആയിട്ടുണ്ട്. ദിനേന പാരായണം ചെയ്യാൻ മുൽക്ക് സൂറത്തായിട്ടുണ്ട്, സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ഭാഗങ്ങളുണ്ട്. അതേപോലെ വിശുദ്ധ ഖുർആനിൽ നിന്ന് അതിൻ്റെ ഒരു തുടർച്ചയായിട്ടുള്ള ഒരു ഹിസ്ബ്, ഒരു ഭാഗം അത് നമുക്കുണ്ടോ എന്ന് ചോദിക്കേണ്ടതാണ്. അതിൻ്റെ ഒരു ഫലമാണ് ഇവിടെ അബൂദറിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. നൂറുൻ ലക ഫിൽ അർദ്, ഭൂമിയിൽ നിനക്ക് പ്രകാശമാണ്. ദുഖ്റുൻ ലക ഫിസ്സമാ, മാനത്ത് നിനക്കൊരു സൂക്ഷിപ്പ് സത്താണ്. മരണാനന്തരം നമുക്ക് അവിടെ അനന്തരെടുക്കാൻ ഉള്ള സൂക്ഷിപ്പ് സ്വത്ത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂദറിനോട് പറഞ്ഞത്, ഇയ്യാക വ കസറത്തുദ് ദഹ്ക്, ഇയ്യാക വ കസറത്തുദ് ദഹ്ക്, കൂടുതൽ ചിരിക്കുന്നത് നീ സൂക്ഷിക്ക് അബൂദർ എന്നാണ്. ഫഇന്നഹു യുമീതുൽ ഖൽബ്, കൂടുതൽ ചിരിക്കുമ്പോൾ അത് മനസ്സിനെ മരിപ്പിക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. വയദ്ഹബു ബിനൂരിൽ വജ്ഹ്, അത് മുഖക്കാന്തി കെടുത്തും എന്നുള്ളതാണ്. കൂടുതൽ ചിരിക്കുക എന്നുള്ളത് മുഖക്കാന്തി കെടുത്തും, പിന്നെ മനസ്സിനെ മരിപ്പിക്കും. അതുകൊണ്ട് അത് ചെയ്യരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നമ്മുടെ വിഷയം അവിടെ മനസ്സിൻ്റെ മരണം, അത് വളരെ ഗൗരവപ്പെട്ട വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൂക്ഷിക്കാൻ പറഞ്ഞു. അതിനർത്ഥം മനുഷ്യൻ ചിരിക്കണ്ടെന്നല്ല, എപ്പോഴും ഇങ്ങനെ ടൈറ്റ് ഫിറ്റായിട്ട് ഇങ്ങനെ ഒരു രൗദ്രഭാവത്തിൽ അങ്ങനെയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചിട്ടുണ്ട്. ചിരിക്കാനുള്ള സന്ദർഭങ്ങൾ റസൂൽ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചില ഫലിതങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരി തൂകി, ഭാര്യമാരെ ചിരിപ്പിച്ചു, സഹാബത്തിനെ ചിരിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും ചിലപ്പോൾ ഈ അണപ്പല്ലുകൾ വെളിയിൽ കാണും വിധമുള്ള പുഞ്ചിരി ഉണ്ടായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ളതാണ്. മനസ്സിലായത്? പക്ഷെ അതൊന്നും മനം മരിപ്പും വിധം ഉള്ള ഒരു ചിരിയായി, കേവല ചിരിയായി തരം താണിട്ടില്ല എന്നുള്ളതാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ
സൗദ ബിന്ത് സമ്മ. റസൂലുള്ള രണ്ടാമത് കല്യാണം കഴിച്ച മഹദിയാണ് ആര്? സൗദ ബിന്ത് സമ്മ. വളരെ വലിയ ശ്രേഷ്ഠവതിയായിരുന്നു സൗദത്ത് റളിയല്ലാഹു തആല. തിരുജീവിതത്തിലേക്ക് ഖദീജ റളിയല്ലാഹു തആലയുടെ വഫാത്തിന് ശേഷം കടന്നു വന്ന തിരുനബിയുടെ ജീവിത സഖിയാണ് സൗദ. സുക്രാൻ എന്ന മഹാൻ്റെ ഭാര്യയായിരുന്നു സൗദത്ത്. സൗദയും സുക്രാനും അവർ ഹബശയിലേക്ക് ഹിജറ പോയ മഹത്തുക്കളാണ്. അങ്ങനെ ഹബശ ഹിജറ കഴിഞ്ഞ് മടങ്ങി വന്ന് സുക്രാൻ മരണപ്പെട്ട് സൗദ റളിയല്ലാഹു തആല വിധവയായി. അവർക്ക് വയസ്സായിരുന്നു, കുറേ വയസ്സായിരുന്നു അവർക്ക്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്കൊരു ആശ്രയമാകാൻ അവരെ കല്യാണം കഴിക്കുകയാണ് ചെയ്തത്. സൗദ റളിയല്ലാഹു തആലയെ കല്യാണം കഴിക്കുകയാണ് ചെയ്തത്. അവർ തടിച്ചൊരു സ്ത്രീയായിരുന്നു. തിരുജീവിതത്തിൽ അവർ ഇവിടെ ജീവിച്ച മഹദിയാണ്. അവരെ കല്യാണം കഴിച്ചതിന് ശേഷം റസൂലുള്ളാഹിന്റെ വഫാത്തിന് വരെ അവരിവിടെ ജീവിച്ചിരുന്നു, പിന്നെയും ജീവിച്ചിരുന്നു കുറേ കാലം. സൗദ റളിയല്ലാഹു തആല അൻഹ അവരൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി നമസ്കരിക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ നിസ്കാരത്തിൽ പോയിട്ട് കൂടി. റസൂലുള്ളാഹിനോട് ചോദിച്ചിട്ടൊന്നുമില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന് പ്രത്യേകം എന്താ? ദീർഘമായിട്ട് റസൂലുള്ളാഹി നിസ്കരിക്കും. സുദീർഘമായ നിസ്കാരമായിരിക്കും. നൃത്തം കൂടുതൽ, റുക്കൂ കൂടുതൽ, സുജൂദ് കൂടുതൽ, ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ഈ കൂടുതൽ റുക്കൂയിൽ കൂടുതൽ സുജൂദിൽ സമയം ആകുമ്പോൾ തടിയുള്ളൊക്കെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ഇതായിരിക്കും അല്ലേ. ചില ആളുകൾ പറയുന്നേ ഇങ്ങനെയൊന്നും സുജൂദ് ചെയ്യരുത്, ഇങ്ങനെയൊന്നും റുക്കൂ ചെയ്യരുത് അറിയും. കാരണം എന്താ, അവർക്ക് അവരുടെ ആ ശാരീരികമായ അവസ്ഥയിൽ കഴിയില്ല. എന്ത് ചെയ്താൽ മതി? ഇരുന്ന് നിസ്കരിച്ചാൽ മതി. അങ്ങനത്തെ ഒരു രാത്രി നിസ്കാരമൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച്. പക്ഷേ സൗദ റളിയല്ലാഹു തആല തിരുനബിയോടൊപ്പം കൂടി. അങ്ങനെ ദീർഘമായ റുക്കൂ ആയിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത്. ഇവർ റസൂലുള്ളാഹിനോടൊപ്പം റുക്കൂ ചെയ്തപ്പോൾ ഈ റുക്കൂ നീണ്ടുപോയി, അവരാകെ ചടച്ചുപോയി. അങ്ങനെ നിസ്കാരം കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയും, റസൂൽ ഇത് എന്തൊരു റുക്കൂ ആയിരുന്നു, എൻ്റെ റൂഹ് ഇങ്ങനെ മൂക്കിലൂടെ അങ്ങോട്ട് പുറത്തിയാടുന്നു, ഞാൻ പേടിച്ചു പോയി എന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് കേട്ടിട്ട് ഭയങ്കരമായിട്ട് ചിരിച്ചു എന്നാണ്. കുറേ സമയം റസൂലുള്ള അതിനാൽ ചിരിച്ചു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം അതിൽ സന്തോഷപ്രകടനം ഉണ്ടായിരുന്നു, അതിൽ ചിരിക്കുന്ന അവസ്ഥകളുണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഏതേറെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് പറഞ്ഞില്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നില്ല. തിരുനബിയുടേത് സന്തുലിതായിരുന്നു. പരലോകത്തിന് പ്രാമുഖ്യം കൽപ്പിച്ച്, അതേപോലെ തന്നെ അള്ളാഹുവിനുള്ള ദിക്റിൽ, ഭക്തിയിൽ, ഭയപ്പാടിൽ, ഖുശൂഇൽ മനസ്സിൻ്റെ പേടി, ഖുദൂഇൽ അവയവങ്ങളുടെ ഒതുക്കം, ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകതയായിരുന്നു. അതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറ്റേ ഈ ഒരു ദുനിയാവിനോട് മൊഴി ചൊല്ലി, ദുനിയാവിനെ വിഗണിച്ച് അങ്ങനെ ഒരു ബ്രഹ്മചാരിയായിരുന്നില്ല എന്നുള്ളതാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകത. ഏതായാലും ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സിനെ മരിപ്പിക്കുന്ന ഈ ഒരു പ്രവണതയെ സൂക്ഷിക്കുവാൻ അബൂദർ റളിയല്ലാഹു തആല അൻഹുവിനോട് വസിയത്ത് ഓതി എന്നുള്ളതാണ്. പിന്നെ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസിയത്ത്, അലൈക ബിൽ ജിഹാദ് ഫഇന്നഹു റഹ്ബാനിയത്തു ഉമ്മത്തി, ജിഹാദ് ചെയ്യാൻ പറഞ്ഞു. എൻ്റെ ഉമ്മത്തികളുടെ ബ്രഹ്മചര്യം, അത് സന്യാസം, അത് ജിഹാദാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അഹിബൽ മസാക്കീൻ വജാലിസുഹും, മിസ്കീന്മാരെ ഇഷ്ടപ്പെടണം, അവരുടെ കൂടെ ഇരിക്കണം എന്ന് അബൂദറിനോട് റസൂലുള്ള വസിയത്ത് ചെയ്തു. അതേപോലെ ഉൻദുർ മൻ തഹ്തക് വലാ തൻദുർ ഇലാ മൻ ഫൗഖക്, താഴെയുള്ളവരിലേക്ക് നോക്കണം, മേലെയുള്ളവരിലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാമ്പത്തികമായി, അതേപോലെ തന്നെ കഴിവിൽ ഒക്കെ താഴെയുള്ള ആളുകൾ അവരെയാണ് നോക്കേണ്ടത്, മേലെയുള്ളവരിലേക്ക് നോക്കരുത് എന്നുള്ള വസിയത്ത് നൽകി. ഫഇന്നഹു അജ്ദറു അല്ലാ തുസ്ദറ നിഅമത്തുല്ലാഹി അലൈക്, താഴെയുള്ളവരിലേക്ക് നോക്കിയിട്ടുണ്ട് എങ്കിൽ അള്ളാഹു തനിക്ക് ഏകിയ നിഅമത്തിനെ വിഗണിക്കാതിരിക്കാൻ, അതിനെ നിസ്സാരമായി കാണാതിരിക്കാൻ അത് കരണീയമാകും എന്ന് തിരുനബി അദ്ദേഹത്തോട് പറഞ്ഞു. പിന്നെ ഖുലിൽ ഹഖ് വ ഇൻ കാന മുർറൻ, കയ്പുള്ളതാണെങ്കിലും സത്യമേ പറയാവൂ എന്ന് അബൂദർ റളിയല്ലാഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്തരുണത്തിൽ വസിയ്യത്ത് ഓതിയതാണ്. അപ്പോൾ ഇവിടെ ഈ മരണത്തെ, മനസ്സിനെ മരിപ്പിക്കുന്ന വിഷയത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തി എന്നുള്ളതാണ് ഈ ഒരു വസിയത്തിൽ നമ്മളിവിടെ ഉദ്ദേശിച്ച ഭാഗം. ഇതേപോലെ മറ്റൊരു വസിയത്താണ് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയത്. അതിലെന്താ? അബൂ ഹുറൈറ പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, മൻ യഖുദു അന്നി ഹൗലാഇൽ കലിമാത്ത് ഫയഅമലു ബിഹിൻ. തിരുനബി ചോദിക്കാണ്, ഈ വചനങ്ങൾ, ഞാനിതാ കുറേ വചനങ്ങൾ പറയുന്നു, ഈ വചനങ്ങൾ ആര് എന്നിൽ നിന്ന് സ്വീകരിക്കും, എന്നിട്ട് അതുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യും. ഔ യുഅല്ലിമു മൻ യഅമലു ബിഹിൻ, ഇതുകൊണ്ട് ജോലി ചെയ്യാൻ, പണിയെടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ആരിത് പഠിപ്പിക്കും എന്നാണ് റസൂൽ ചോദിച്ചത്. ഒന്നുകിൽ സ്വയം, അല്ലെങ്കിൽ ഇത് കൊണ്ട് ജോലി ചെയ്യണം, പ്രവർത്തിക്കണം.
ഇത് പ്രവർത്തിക്കുന്നവർക്ക് പഠിപ്പിക്കണം. അങ്ങനെ ഈ വചനങ്ങൾ സ്വീകരിക്കുവാൻ ആരുണ്ട് എന്ന് തിരുനബി ചോദിച്ചു. എല്ലാവരും അത് സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശൈലിയാണത്. തയ്യിബ്. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ ഞാൻ റെഡിയാണ്. അബൂ ഹുറൈറ പറഞ്ഞു, ഫഅഖദ ബിയദി ഫഅദ്ദ ഖംസൻ, റസൂലുള്ളാഹി എൻ്റെ കൈ പിടിച്ചു, എൻ്റെ കരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിടിച്ചു. എന്നിട്ട് 5 കാര്യങ്ങൾ എണ്ണി. ഒന്ന്, ഇത്തഖിൽ മഹാരിം തകുൻ അബദന്നാസ്, ഹറാമുകൾ സൂക്ഷിച്ചോ, നിനക്ക് ജനങ്ങളിൽ ഏറ്റവും നല്ല ആരാധ്യനായി, ജനങ്ങളിൽ ഏറ്റവും അള്ളാഹുവിനെ ആരാധിക്കുന്നവനായി മാറാം എന്ന് പറഞ്ഞു. കുൻ വരിയാൻ തകുൻ അബദന്നാസ് എന്നാണ് ചില റിപ്പോർട്ടുകൾ അങ്ങനെയാണ്. നീ വരിയാനായി ജീവിച്ച, വരിയാൻ എന്ന് പറഞ്ഞാൽ അതാണ് നിഷിദ്ധങ്ങളിൽ നിന്ന് വിരക്തത, നിഷിദ്ധങ്ങൾ എനിക്ക് വേണ്ട എന്ന രീതിയിലുള്ള ആ വിരക്ത ജീവിതം, അതാണ് വരിയ. എങ്കിൽ നിനക്ക് ഏറ്റവും നല്ല നിനക്ക് അള്ളാഹ്ക്ക് ഇബാദത്തെടുത്ത് ജീവിക്കാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. രണ്ടാമത് പറഞ്ഞത്, വർള ബിമാ ഖസമല്ലാഹു ലക് തകുൻ അഗ്നന്നാസ്, അള്ളാഹു നിനക്ക് വിധിച്ചതിൽ നീ തൃപ്തിപ്പെട്ട് കഴിഞ്ഞോ എങ്കിൽ നീ ഏറ്റവും വലിയ സമ്പന്നനായിരിക്കും. പഠിച്ചവൻ എനിക്ക് എന്താണ് വിധിച്ചത് അതിൽ തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞാൽ അത്യാർത്ഥി വേണ്ട, മറ്റവൻ്റെ അസൂയ വേണ്ട, തനിക്ക് ലഭിച്ചതിൽ ഏറെ കിട്ടാനുള്ള ആക്രാന്തവും വേണ്ട, എങ്കിൽ ഏറ്റവും വലിയ ധനികനായിട്ട് നിനക്ക് ജീവിക്കാം. വകുൻ ഖനിയാൻ തകുൻ അഷ്കറന്നാസ് എന്നാണ്. നീ ഖനിയാനായിക്കോ എങ്കിൽ നീ ഏറ്റവും നല്ല നന്ദിയുള്ളവനായിട്ട് മാറുമെന്നാണ്. എന്താ ഖനിയാൻ എന്ന് പറഞ്ഞാൽ ഉള്ളതിൽ തൃപ്തി, ഉള്ളതിൽ തൃപ്തി, മനപ്പൊരുത്തം. അങ്ങനെയാണ് എങ്കിൽ ഏറ്റവും വലിയ നന്ദിയുള്ള ആളായിട്ട് നിനക്ക് ജീവിക്കാം എന്നാണ്. വഅഹ്സിൻ ഇലാ ജാരിക്, അയൽവാസിക്ക് നന്മ ചെയ്യ്, തകുൻ മുഅ്മിനൻ, എങ്കിൽ നീ മുഅ്മിനാകും എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. വഅഹിബ്ബ ലിന്നാസ് മാ തുഹിബ്ബു ലിനഫ്സിക് തകുൻ മുസ്ലിമൻ, നീ നിനക്ക് ഇഷ്ടപ്പെടുന്നത് ജനങ്ങൾക്കും ഇഷ്ടപ്പെടും, അപ്പോൾ നീ മുസ്ലിമാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. യഥാർത്ഥ മുസ്ലിം ആകാനുള്ള ഒരു ഐഡൻറ്റിറ്റിയാണത്. സ്വന്തത്തിന് ഇഷ്ടമായത് മറ്റുള്ളവർക്കും ഇഷ്ടമാകുക എന്നുള്ളതാണ്, അല്ലേ? ചിലർ അങ്ങനെ സ്വന്തത്തിന് വേണ്ടാത്തത് മറ്റൊൽക്ക് എന്നുള്ളതാണ്. അതാണ് അപകടം. ഈ ചിലരുടെ ഒരു മനഃശാസ്ത്രമാണത്. നെൽസൺ മണ്ടേലിൻ്റെ ചരിത്രം വായിച്ചപ്പോൾ ഈ ഒരു പീഡനത്തിൻ്റെ ഒരു വർത്തമാന കഥാപാത്രമാണ് നെൽസൺ മണ്ടേല. അപ്പോൾ ഈ വെള്ളക്കാരുടെ കുറേ ഹീനമായ പെരുമാറ്റങ്ങൾക്ക് വിധേയമായി അപമാനിതനായ ഒരു മനുഷ്യനാണ് അയാൾ. ഒരിക്കൽ ഒരു മേശക്കരികിൽ അയാളും വെള്ളക്കാരനും ഇരിക്കുകയാണ്. അപ്പോൾ പറയാണ്, ഒരു പന്നിയും ഒരു പക്ഷിയുമാണ് ഇപ്പോൾ ഈ മേശയിൽ ഇടം കണ്ടിട്ടുള്ളത് എന്ന് വെള്ളക്കാരന് എൻ്റെ ഗർവിൽ. പക്ഷേ നെൽസൺ മണ്ടേല പ്രതികരിച്ചു എന്നാണ്, എങ്കിൽ ഞാൻ പാറുകയാണ്, എങ്കിൽ ഞാൻ പാറുകയാണ് എന്ന് പറഞ്ഞതാണ്. അപ്പം ഇനി ശേഷിക്കുന്നത് ആരാണ്? പന്നിയാണ്. ശരി. അയാളുടെ ഒരു ചോദ്യം, ഈ മേശയിൽ പണം വെച്ചു, ജ്ഞാനവും വെച്ചു, താങ്കൾ ഏതെടുക്കുന്നതാണ്? മേശയിൽ പണവും വെച്ചു, ജ്ഞാനവും വെച്ചു, അറിവും വെച്ചു, നിങ്ങൾ ഏതെടുക്കാമെന്നാണ് ചോദ്യം. അപ്പം നെൽസൺ മണ്ടേല ബുദ്ധിപൂർവ്വം പറഞ്ഞത്, ഞാൻ പണം എടുക്കുന്നതാണ്, ഞാൻ പണം എടുക്കും എന്നാണ്. അയാൾ വിചാരിച്ചത് നേരെ തിരിച്ചാ. പക്ഷെ നെൽസൺ മണ്ടേല പറഞ്ഞത്, ഓരോരുത്തരും തങ്ങൾക്ക് ഇല്ലാത്തതും ആവശ്യമായത് എടുക്കേണ്ടത്. എനിക്ക് അറിവുണ്ട്, അതുകൊണ്ട് എനിക്ക് അറിവിൻ്റെ ആവശ്യമല്ല, എനിക്ക് പണത്തിൻ്റെ ആവശ്യമാണ്, അതുകൊണ്ട് ഞാൻ പൈസ എടുക്കും. ഇല്ലാത്തവൻ തനിക്ക് ആവശ്യമായത് എടുക്കുക എന്നുള്ളതാണ്. അതാണ് പിന്നെ ചിലരുടെ മനസ്സ്. അതിൻ്റെ ഒരു പൂർണ്ണതയിലാണ് ഞാൻ മുമ്പ് നടത്തിയില്ലേ, പരീക്ഷ നടത്തി. ആ പരീക്ഷയിൽ ഇദ്ദേഹം ഒരു വിദ്യാർത്ഥിയായിരിക്കെ നെൽസൺ മണ്ടേല ഉത്തരമൊക്കെ എഴുതിയാണ്. പക്ഷേ ഒരു അവഗണനയുടെ കഥാപാത്രമാണ്. ആ കഥാപാത്രത്തിൽ ഇദ്ദേഹം ഉത്തരമൊക്കെ എഴുതിയിട്ടുണ്ട്,
പക്ഷേ ഇത് അധ്യാപകൻ മാർക്ക് ഇട്ടില്ല, ശരിയിട്ടില്ല എന്ന് മാത്രമല്ല, പേപ്പർ അതേപോലെ തിരിച്ചു കൊടുക്കണം. പക്ഷേ അടിയിൽ വിഡ്ഡീന്ന് എഴുതിയിട്ടാണ് കൊടുക്കുന്നത്. മാർക്ക് കൂട്ടില്ല, ശരിയിട്ടില്ല, പക്ഷേ അടിയിൽ വിഡ്ഡീന്ന് എഴുതിയിട്ട് കൊടുത്ത്. നെൽസൺ മണ്ടേല അത് കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുത്തതാണ്. എന്നിട്ട് പറഞ്ഞ്, സർ നിങ്ങളിതിൽ നിങ്ങളുടെ ഒപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ, മാർക്ക് ഇട്ടിട്ടില്ല, ശരിയിട്ടിട്ടില്ല എന്ന് അല്ലേ. മൂപ്പരുടെ ഒപ്പ് മാത്രമേ ഇതിലുള്ളൂ, അതെന്താ വിഡ്ഢി എന്നുള്ളതാണ്. ചിലരുടേത് അങ്ങനെയാണ് ഈ ദുനിയാവിൽ. ഇപ്പം നാളൊരു പ്രസംഗം കേട്ടപ്പോൾ അതിൽ ഒരുത്തൻ ഈ സവർണരുടെ മേലാളത്തുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഒരു ഗുരുവിനോട് ജാതി അന്വേഷിക്കുന്നുണ്ട്. ഗുരുവിനോട് ഏത് ജാതിയും ചോദിക്കണം. അപ്പോൾ ഗുരു പറയാണ്, കണ്ടിട്ട് മനസ്സിലായില്ലേ ജാതി ഏതാന്ന്, കണ്ടിട്ട് മനസ്സിലായില്ലേ? അപ്പോൾ പറയാണ്, ഇല്ല മനസ്സിലായില്ല. അപ്പോൾ ഗുരു ചോദിച്ചതാണ്, കണ്ടിട്ട് മനസ്സിലാക്കാത്തത് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാവും? ജാതി ചോദിക്കണത് ബ്രഹ്മണനാണോ, വൈശ്യനാണോ, ശൂദ്രനാണോ, ഇതൊക്കെയാണ് ചോദിക്കുന്നത്. പക്ഷേ ഇയാളുടെ ഭാഷ അങ്ങനെ ഒരു ജാതി ഇല്ല, പിന്നെ മനുഷ്യൻ എന്നൊരു ജാതിയേ ഉള്ളൂ. അപ്പോൾ കണ്ടിട്ട് മനസ്സിലായില്ലേ എന്നാണ് ചോദ്യം. ഇല്ല എന്ന് പറഞ്ഞപ്പോൾ കണ്ടിട്ട് മനസ്സിലാകാത്തൊരു കാര്യം എങ്ങനെ പറഞ്ഞാൽ മനസ്സിലാകുമെന്നാണ്. ചിലരുടെ മാനസികാവസ്ഥകളാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്തരം ഈ സുന്ദരമായ ഈ ആശയങ്ങളെ തൻ്റെ ഉമ്മത്തികൾക്ക് ഓതിയത്, ലോകരോട് ഓതിയത്, എങ്ങനെയാണ് മനുഷ്യന്മാരോട് പെരുമാറേണ്ടത്, മനുഷ്യരെ കാണേണ്ടത് എന്നതിൻ്റെ കുറേ ഉദാഹരണമാണ്. റസൂല പറയണം, അഹ്സിൻ ഇലാ ജാരിക്, അയൽവാസിക്ക് നീ നന്മ ചെയ്യ്, തകുൻ മുഅ്മിനൻ, അപ്പോഴാണ് നീ യഥാർത്ഥ മുഅ്മിനാകുക. വഅഹിബ്ബ ലിന്നാസ് മാ തുഹിബ്ബു ലിനഫ്സിക്, നിനക്ക് ഇഷ്ടമായത് നീ ജനങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. തകുൻ മുസ്ലിമൻ, അപ്പം നീ യഥാർത്ഥ മുസ്ലിമാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. വലാ തുക്സിർ ദഹക്, ചിരിക്കുന്നത് കൂട്ടരുത്, ചിരിക്കണ്ടെന്നല്ല, പിന്നെ കൂടുതൽ ചിരിക്കരുത്. ഫൈന കസ്റത ദഹ് തുമീത്തുൽ ഖൽബ്, കൂടുതൽ ചിരിക്കുന്നത് മനസ്സിനെ മരിപ്പിക്കും എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വസിയ്യത്ത് നൽകി എന്നുള്ളതാണ്. അപ്പോൾ സഹോദരന്മാരുടെ നമ്മുടെ വിഷയം ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മുമീത്ത് എന്ന് പറയുമ്പോൾ അള്ളാഹു മരിപ്പിക്കുന്നവൻ എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉദ്ദേശം. ഭാഷ്യം, അള്ളാഹുവിൻ്റെ മരിപ്പിക്കൽ അതിൻ്റെ പ്രത്യേകതകളാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത്. ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത് മനുഷ്യന്മാരുടെ മനസ്സിൻ്റെ മരണമാണ്. മനസ്സിനുമുള്ള ഒരു മരണം, അതും വളരെ ഗൗരവപ്പെട്ട വിഷയമായി നമ്മൾ ഉണർത്തപ്പെട്ടിട്ടുണ്ട്. അതിൽ ചില ഉദാഹരണങ്ങളാണ് ഇവിടെ നമ്മൾ ശ്രവിക്കുകയുണ്ടായത്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിൽ നമുക്കിതുപോലെ മറ്റൊരു വിഷയം, ചില ചരിത്രങ്ങളുടെ വെളിച്ചത്തിൽ ഇതുപോലെ മനസ്സിലാക്കാൻ മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖേകി തുണയേകി അള്ളാഹു നമ്മളെല്ലാം സഹായിക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഈ ഒരു സദസ്സിനെ ഉപരിലോകത്ത് കബൂലാക്കുമാറാവട്ടെ. ഇതിനേക്കാൾ ശ്രേഷ്ഠപ്പെട്ട ഒരു സദസ്സിൽ സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അയൽവാസികളായി ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്കെല്ലാം തുണയേകുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين. اللهم احفظ لهذه البلاد بلاد الحرمين الشريفين أمنها واستقرارها ورجال أمنها. اللهم احفظ قيادتها وعقيدتها وثغور حدودها إنك ولي ذلك والقادر عليه يا حي يا قيوم يا ذا الجلال والإكرام. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.